أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 22ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. പരിശുദ്ധ റമദാനു ഷരീഫിൻ്റെ അവസാനത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദിക്ർ ധാരാളം വർദ്ധിപ്പിച്ച് കൊണ്ടിരിക്കുന്ന സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനും ലൈലത്തുൽ ഖദറും കൊണ്ടൊക്കെ വിജയിക്കുന്നവരിൽ അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ, എല്ലാവരുടെയും ദുആയിൽ ഈ റമദാനിൻ്റെ ഏറ്റവും പുണ്യം നിറഞ്ഞ ഈ മണിക്കൂറുകളിൽ, ഈ രാവുകളിൽ, പകലുകളിൽ, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ തദ്രീബ് കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും, നമ്മുടെയൊക്കെ ഉസ്താദുമാരെയും പ്രിയപ്പെട്ടവരെയും നിങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് ഒന്നുകൂടെ ഉണർത്തുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയിലുണ്ടാവും എന്നത് ഉറപ്പാണ്. എന്നാലും ഒന്നുകൂടെ ഉണർത്തുകയാണ്. ലൈലത്തുൽ ഖദർ രാവുകളൊക്കെയാണ് വരാനിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദർ ഒക്കെ ഹയാത്താക്കി ധാരാളം ഇബാദത്തുകൾ വർദ്ധിപ്പിച്ച് അല്ലാഹുവിലേക്ക് കൂടുതലടുക്കാൻ, അങ്ങനെ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇനി സൂറത്തു ആൽ ഇമ്രാൻ, വിശുദ്ധ ഖുർആനിലെ 3ാമത്തെ സൂറത്ത് നമ്മൾ ആരംഭിക്കുകയാണ്. ഖിറാഅത്തിലേക്ക് വരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل من قبل هدى للناس وأنزل الفرقان. إن الذين كفروا بآيات الله لهم عذاب شديد والله عزيز ذو انتقام. إن الله لا يخفى عليه شيء في الأرض ولا في السماء. هو الذي يصوركم في الأرحام كيف يشاء. لا إله إلا هو العزيز الحكيم. നോക്കിയേ, അലിഫ് ലാം
സൂറത്തുൽ ബഖറ തുടങ്ങിയതും ഇങ്ങനെ തന്നെയാണ് അല്ലേ? അതുകൊണ്ട് ഇനി വിശദീകരിക്കുന്നില്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. എങ്ങനെ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആയത്തുൽ കുർസീൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇവിടെ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതെന്താണെന്നറിയോ? നോക്കണേ. അലിഫ് ലാം മീം ഒരായത്തും അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അടുത്ത ആയത്തും ആണ്. ഓരോ ആയത്തിൻ്റെയും അവസാനത്തിൽ നിർത്തി ഓതലാണ് നല്ലത്. അത് പ്രത്യേകം പുണ്യമുള്ളതുമാണ്. ചേർത്തി ഓതാം, വിരോധമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇവിടെ എങ്ങനെയാണ് അലിഫ് ലാം മീം എന്നതിനെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നതിലേക്ക് ചേർത്തി ഓതുക? അവിടെ ഓതേണ്ടത് ഇങ്ങനെയാണ്. നോക്കിയേ. അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു. ഒന്നുകൂടെ കേൾക്കണേ. അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു. ലാം എന്നതിലും മീം എന്നതിലും കൂടുതൽ നീട്ടിയിട്ട് മദ്ദുൽ ലാസിം കൊടുത്തിട്ട്. ഇനി ഇങ്ങനെയും ആവാം, മീം എന്നതിൽ മദ്ദുൽ ലാസിം കൊടുക്കാതെ. കേട്ടോക്കേ. അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു. മനസ്സിലായോ? ഈ രണ്ടും പറ്റും. അല്ലാതെ അലിഫ് ലാം മീം അല്ലാഹു അല്ല, അലിഫ് ലാം മീം ഇല്ലാഹു, നോ, അങ്ങനെയൊന്നും പറ്റില്ല. ഇവിടെ അല്ലാഹ് എന്ന ആ ഇസ്മുൽ ജലാലയ്ക്ക് തഫ്ഖീം കിട്ടാൻ വേണ്ടിയിട്ട് കുറേ സംഗതികൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു വിഷയം ഇവിടെ ഉള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അല്ലാഹ് എന്നതിന് തഫ്ഖീമാക്കലും അതിന് മുമ്പുള്ള അക്ഷരത്തിൻ്റെ ഹർക്കത്തും ഒക്കെ വിശദമായിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഇവിടെ മീം അല്ലാഹു എങ്ങനെ മീമ എന്ന് പറഞ്ഞ് മീമിന് ഫത്ഹ് വന്നാൽ പിന്നെ എന്തുകൊണ്ട് മദ്? അസ്ലിൽ മദ്ദുള്ളത് കൊണ്ടാണ്. മീമ എന്നുകൊണ്ട് എന്തുകൊണ്ട് ഫത്ഹാക്കി? അള്ളാഹു എന്നതിൻ്റെ തഫ്ഖീം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയൊക്കെ ആണ് ഇവിടെയുള്ള വിഷയങ്ങൾ. മുതഅല്ലിമീങ്ങളും അതുപോലെ മുഅല്ലിമീങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നമ്മുടെയൊക്കെ ഷെയ്ഖും സനദുമായ ഖാരി ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകളുടെ തീജാനുൽ ഖാരി എന്ന് പറയുന്ന കിതാബിൽ ഈ വിഷയം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ചേർത്തി ഓതേണ്ടത്, അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുക എന്ന്. ഇപ്പോൾ നമ്മളിവിടെ ഓതേണ്ട രൂപം പറഞ്ഞു. നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി. നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി وأنزل التوراة والإنجيل من قبل هدى للناس من قبل هدى للناس. أوكي. وأنزل الفرقان. إخفاء لك شديكنا. إن الذين كفروا بآيات الله لهم عذاب شديد والله عزيز ذو انتقام. أوكي. والله عزيز ذو انتقام. ذو انتقام أبرد ذندي ذو انتقام. إن الله لا يخفى عليه شيء في الأرض ولا في السماء هو الذي يصوركم في الأرحام كيف يشاء. يعني هو الذي يصوركم في الأرحام
كيف يشاء لا إله إلا هو العزيز الحكيم. Okay. هو الذي أنزل عليك الكتاب منه آيات محكمات هن أم الكتاب وأخر متشابهات فأما الذين في قلوبهم زيغ فيتبعون ما تشابه منه ابتغاء الفتنة وابتغاء تأويله وما يعلم تأويله إلا الله والراسخون في العلم يقولون آمنا به كل من عند ربنا وما يذكر إلا أولو الألباب. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا إنك جامع الناس ليوم لا ريب فيه إن الله لا يخلف الميعاد. Okay. هو الذي أنزل عليك الكتاب منه آيات محكمات هن أم الكتاب. ഇവിടെ ആയാത്തും മുഹ്കമാത്തുൻ ഹുന്ന ഉമ്മുൽ കിതാബി ശദ്ദുള്ള മീം ശദ്ദുള്ള നൂൻ അതിൻ്റെ ഒന്നും ഉന്നത്തുകൾ നഷ്ടപ്പെടാൻ പാടില്ല. വഉഖറു മുതശാബിഹാത്ത്. فأما الذين في قلوبهم زيغ فيتبعون ما تشابه فأما الذين في قلوبهم زيغ فيتبعون ما تشابه منه ابتغاء الفتنة وابتغاء تأويله وما يعلم تأويله إلا الله. ശ്രദ്ധിക്കണേ, എങ്ങനെയാ? وما يعلم تأويله إلا الله والراسخون في العلم يقولون آمنا به كل من عند ربنا وما يذكر إلا أولو الألباب. ശ്രദ്ധിക്കണം. അടുത്തതോ നമ്മൾ സാധാരണ ദുആ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആയത്താണ്. നോക്കിയേ, ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ഇത് ദുആ ചെയ്യുമ്പോഴും ഖുർആൻ്റെ ആയത്താണെന്നുള്ള ഓർമ്മ വേണം. ربنا لا تزغ قلوبنا لا تزغ ഐനല്ല ലാ തുസിഗ് ഗൈനാണ്. പിന്നെയോ ഖുലൂബന ഖാഫാണ്. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة من لدنك من لدنك رحمة إنك أنت الوهاب. ربنا إنك جامع الناس ليوم لا ريب فيه. എങ്ങനെ? ربنا إنك جامع الناس ليوم لا ريب فيه إن الله لا يخلف الميعاد. إن الذين كفروا لن تغني عنهم أموالهم ولا أولادهم من الله شيئا
وأولئك هم وقود النار كدأب آل فرعون والذين من قبلهم كذبوا بآياتنا فأخذهم الله بذنوبهم والله شديد العقاب قل للذين كفروا ستغلبون وتحشرون إلى جهنم وبئس المهاد قد كان لكم آية في فئتين التقتا فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين والله يؤيد بنصره من يشاء إن في ذلك لعبرة لأولي الأبصار നോക്കൂ إن الذين كفروا لن تغني عنهم أموالهم لن تغني إخفاء ശ്രദ്ധിക്കണം عنهم أموالهم ولا أولادهم لن تغني عنهم أموالهم മംവാൽ പാടില്ല അൻഹും നോ അൻഹും അംവാലുഹും മീമിന് ശേഷം ഹംസ വാവ് ഇതൊക്കെ വന്നിട്ടുണ്ട്, ശരിക്കും ശ്രദ്ധിക്കണം. പിന്നെ ഔലാദുഹും മിനല്ലാഹി ഇദ്ഗാമുണ്ട്. വഉലൈക ഹും വഖൂദുന്നാർ കദഅബി ആലി ഫിർഔൻ എങ്ങനെ كدأب آل فرعون والذين من قبلهم كذبوا بآياتنا فأخذهم الله بذنوبهم كذبوا بآياتنا فأخذهم الله بذنوبهم والله شديد العقاب قل للذين كفروا ستغلبون وتحشرون إلى جهنم اللهم إنا نعوذ بك من عذاب جهنم وبئس المهاد قد كان لكم آية في فئتين التقتا നമ്മൾ ഒരുമിച്ചൊന്ന് ഓതണം. അവിടെ നോക്കിയേ, قد كان لكم آية في فئتين التقتا. ഒന്നുകൂടെ, قد كان لكم آية في فئتين التقتا. فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين. ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിച്ച്. كافرة يرونهم مثليهم رأي العين والله يؤيد بنصره من يشاء إن في ذلك لعبرة لأولي الأبصار. باقي زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. قل أنبئكم بخير من ذلكم للذين اتقوا عند ربهم جنات تجري من تحتها الأنهار
تجري من تحتها الأنهار خالدين فيها وأزواج مطهرة ورضوان من الله والله بصير بالعباد. Okay. زين للناس حب الشهوات من النساء والبنين. زين للناس. Okay. زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة. المقنطرة ശരിക്കും ശ്രദ്ധിക്കണം, മുഖന്ത ആവരുത്. والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. പിന്നെയോ قل أنبئكم بخير من ذلكم للذين اتقوا عند ربهم جنات تجري من تحتها الأنهار خالدين فيها وأزواج مطهرة ورضوان من الله والله بصير بالعباد. الذين يقولون ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. الصابرين والصادقين والقانتين والمنفقين والمستغفرين بالأسحار. الذين يقولون ربنا إننا آمنا فاغفر لنا ذنوبنا. ശ്രദ്ധിക്കണം. وقنا عذاب النار. ദുആ ചെയ്യാൻ പറ്റിയ ദുആഇൻ്റെ ആയത്തുകളൊക്കെയാണ് ഈ ഓതുന്നത് കേട്ടോ. الصابرين والصادقين والقانتين والمنفقين والمستغفرين بالأسحار. നോക്കിയേ, വളരെ മഹത്വമുള്ള രാവിലെയും വൈകുന്നേരവും ഒക്കെ ഓതൽ വളരെ പുണ്യമുള്ള 2 ആയത്തുകളാണ് ഇനി നമ്മൾ ഓതുന്നത്. എല്ലാവരും രാവിലെയും വൈകുന്നേരം പതിവാക്കണം ഈ ആയത്ത്. ഒരുപാട് പുണ്യങ്ങളുണ്ട്, ഒരുപാട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിലൊക്കെ നമുക്കൊന്ന് പറയാം. ഇപ്പോൾ നമുക്ക് ആ 2 ആയത്തുകൾ ഓതാം. ഓക്കെ. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. وما اختلف الذين أوتوا الكتاب إلا من بعد ما جاءهم العلم بغيا بينهم ومن يكفر بآيات الله فإن الله سريع الحساب. Okay. شهد الله أنه لا إله إلا هو. شهد الله أنه لا إله إلا هو والملائكة മദ്ദെടുക്കണേ. وأولو العلم ഇല്ല, وأولو العلم قائما بالقسط. അവിടെ ശരിക്കും ശ്രദ്ധിക്കണം, ഖിസ്ത് സീനും താഉം. لا إله إلا هو العزيز الحكيم. പിന്നെയോ إن الدين عند الله الإسلام وما اختلف الذين أوتوا الكتاب إلا من بعد ما جاءهم العلم بغيا بينهم ومن يكفر بآيات الله فإن الله سريع الحساب. സദഖല്ലാഹുൽ അളീം. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. പഠിച്ചവനെ, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള സൂറത്തുകളും
ആയത്തുകളൊക്കെയാണ് ഞങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാഹ്. അതിനൊക്കെ കാരണമായി തദ്രീബ് കബൂലാക്കണേ അല്ലാഹ്. പഠിച്ചവനെ, ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഉപ്പമാരും ഉമ്മമാരും ഉണ്ട്, പ്രായം ചെന്നവരും അല്ലാത്തവരുമൊക്കെ. അള്ളാഹുവെ, എല്ലാവർക്കും നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. രോഗങ്ങളെ തൊട്ടൊക്കെ കാവൽ നൽകണേ അല്ലാഹ്. പഠിച്ചവനെ, മാരകമായ ഗുരുതരമായ അസുഖങ്ങളൊന്നും തന്ന് ഞങ്ങളെ ആരെയും നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാവുന്ന രാവുകളിൽ അള്ളാഹുവേ, ഞങ്ങൾക്ക് കൂടുതൽ നിന്നോട് അടുത്ത് നിൻ്റെ ഇഷ്ടദാസന്മാരിൽ സാധുക്കളായി ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റമദാനു ഷരീഫ് അനുകൂലമായി സാക്ഷിയാകുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പ്രതികൂലമായി സാക്ഷിയാകുന്നവരിൽ ഉൾപ്പെടുത്തല്ലേ അല്ലാഹ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن بأهل البدر يا الله. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك يا حبيب الله.